പ്രീതികർത്ത സുഹൃത്തുക്കളെ എല്ലാവർക്കും വീട്ടിലേക്ക് സ്വാഗതം. ഞാൻ രാജേഷ് സാർ. നമ്മൾ ഇന്ത്യ ചരിത്രവുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട മുൻവർഷ ചോദ്യങ്ങൾ അനുബന്ധ വസ്തുതകളും പഠിക്കാൻ ഉദ്ദേശിക്കുകയാണ്. ആരംഭിച്ചാലോ? യെസ്, കൃത്യമായി പഠിച്ച് നമുക്ക് പോകാം. ഇന്ത്യയിൽ ഇംഗ്ലീഷുകാരുടെ ആദ്യത്തെ വ്യാപാര കേന്ദ്രം ഇവിടെയാണ്. അഹമ്മദാബാദ്, ബോംബെ, മദ്രാസ്, സൂററ്റ്. ആദ്യ വ്യാപാര കേന്ദ്രം. ഈ വ്യാപാര കേന്ദ്രം എന്ന വാക്കിന് പകരം എന്തെന്നും ചോദിക്കാം. ഈ വ്യാപാര കേന്ദ്രം തന്നെയാണ് പണ്ടകശാല. ഈ വ്യാപാര കേന്ദ്രത്തെ തന്നെ ഫാക്ടറി എന്നും പറയും. ഓക്കെ, ഇനി പറഞ്ഞേ ഏതായിരിക്കാം? സൂററ്റ്. യെസ്, ആൻസർ എന്താണ്? സൂററ്റ് ആണ്. ഈ സൂററ്റില് ബ്രിട്ടീഷുകാരുടെ ആദ്യത്തെ വ്യാപാര കേന്ദ്രം അഥവാ പണ്ടകശാല അഥവാ ഫാക്ടറി പണികഴിപ്പിച്ചത്. നിർമ്മാണം ആരംഭിച്ചത് 1608-ലും നിർമ്മാണം പൂർത്തീകരിച്ചത് 1613-ലുമാണ്. നിർമ്മാണം പൂർത്തീകരിച്ച വർഷത്തിനാണ് പ്രാധാന്യം. അതുകൊണ്ട് PSCയുടെ മുൻവർഷ ചോദ്യത്തിൽ സൂററ്റിൽ ഫാക്ടറി അഥവാ പണ്ടകശാല അഥവാ വ്യാപാര കേന്ദ്രം പണികഴിപ്പിച്ചത് എന്ന് ചോദിച്ചാൽ 1613. ഇതുമായി ചേർത്ത് ഒരു കാര്യം കൂടെ പറയാം. ഇവിടെ ഇന്ത്യയിൽ എന്ന വാക്കിന് പകരം കേരളത്തിൽ എന്നാണെങ്കിൽ ബ്രിട്ടീഷുകാരുടെ കേരളത്തിലെ ആദ്യ പണ്ടകശാല അഥവാ ഫാക്ടറി അഥവാ കച്ചവട കേന്ദ്രം എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എവിടെയാണ്? വിഴിഞ്ഞത്താണ്. വിഴിഞ്ഞത്ത് എന്നാണ് പണികഴിപ്പിക്കുക? 1644. ഓക്കെ, സംശയം ഉണ്ടാവരുത്, കൊണ്ട് എടുത്തു പറയണേ. ഇന്ത്യയിലെ ഇംഗ്ലീഷുകാരുടെ ആദ്യത്തെ വ്യാപാര കേന്ദ്രം സൂററ്റ് 1608-ൽ നമ്മുടെ ജഹാംഗീറിന്റെ നിർദ്ദേശപ്രകാരം നിർമ്മാണം ആരംഭിച്ചു. 1613-ൽ പൂർത്തീകരിച്ചു. വർഷം 1613 പ്രാധാന്യം. കേരളത്തിലെ ആദ്യത്തെ പണ്ടകശാല അഥവാ ഫാക്ടറി എവിടെയെന്ന് ചോദിച്ചാൽ വിഴിഞ്ഞത്താണ്, 1644. ഇതോടൊപ്പം ഒരു കാര്യം കൂടെ നമ്മൾ കണക്ട് ചെയ്യുന്നു. ബ്രിട്ടീഷുകാരുടെ ഇംഗ്ലീഷുകാരുടെ തെക്കേ ഇന്ത്യയിലെ ആദ്യ കച്ചവട കേന്ദ്രം എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മസൂലിപട്ടണം, ഇന്നത്തെ ആന്ധ്രാപ്രദേശത്തിന്റെ ഭാഗമായ മസൂലിപട്ടണമാണ്. മസൂലിപട്ടണത്ത് പണ്ടകശാല പണികഴിപ്പിച്ച 1631. അപ്പൊ ഇന്ത്യയിലെ ആദ്യ പണ്ടകശാല ഫാക്ടറി സൂററ്റ് 1613, തെക്കേ ഇന്ത്യയിൽ ആദ്യമായി മസൂലിപട്ടണം 1631, കേരളത്തിൽ ആദ്യമായി വിഴിഞ്ഞം 1644. സിമ്പിൾ ആണ്. ഇത് മൂന്നും മറക്കില്ല എന്ന് കരുതിക്കോട്ടെ. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ഇന്ത്യയിലെ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന് അടിത്തറ പാകിയ യുദ്ധം ഏതാണ്? അടിത്തറ, ബേസ്മെന്റ് അല്ലെ. ബെക്സാർ യുദ്ധമാണോ, പ്ലാസി യുദ്ധമാണോ, പാനിപ്പട്ട് യുദ്ധമാണോ, മൈസൂർ യുദ്ധമാണോ? സിമ്പിൾ ആണ് ക്വസ്റ്റ്യൻ. PSC സ്ഥിരം ചോദിച്ചു കാണുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. പ്ലാസി യുദ്ധമാണ് അല്ലെ. പ്ലാസി യുദ്ധം ഏത് വർഷമായിരുന്നു? 1757-ലായിരുന്നു. 1757. ഇനി നമുക്ക് ബെക്സാർ യുദ്ധത്തെ കുറിച്ച് ഒന്ന് പറഞ്ഞിട്ട് പോവാം അല്ലെ. ബെക്സാർ യുദ്ധം നടക്കുന്നത് 1764-ലായിരുന്നു. ബെക്സാർ യുദ്ധത്തിനെ നമ്മൾ എന്തെന്ന് പറയും? ഇന്ത്യയിൽ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന് അടിത്തറ, ബേസ്മെന്റ് ഇട്ടത് പ്ലാസി യുദ്ധമാണെങ്കിൽ ബ്രിട്ടീഷ് സാമ്രാജ്യം സുസ്ഥാപിതമായി മാറിയത്, ബ്രിട്ടീഷ് സാമ്രാജ്യത്തെ സ്ഥാപിക്കപ്പെട്ടത് അല്ലെങ്കിൽ കൃത്യമായി എന്താ പറയുക, അരക്കിട്ടുറപ്പിക്കുക എന്ന് പറയില്ലേ? യെസ്, ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന് ഇന്ത്യയിൽ ഭരണം സുസ്ഥാപിതമാക്കിയത് ഏത് യുദ്ധമാണ്? ബെക്സാർ യുദ്ധമാണ്. കൂടാതെ എന്ത് സംഭവിച്ചു? ഇന്ത്യയില് ബ്രിട്ടീഷുകാർക്ക് ദിവാനി അധികാരം ലഭിച്ചത്. ദിവാനി അധികാരം എന്ന് പറഞ്ഞാൽ നികുതി പിരിക്കുവാനുള്ള അധികാരം. അതുവരെ അവർ കച്ചവടമാണ് ചെയ്തിരുന്നത്. ഇന്ത്യയിൽ നിന്ന് ബ്രിട്ടീഷ് ആദ്യമായി നികുതി പിരിക്കുന്നതിന് വേണ്ടിയിട്ട് നികുതി പിരിക്കുവാനുള്ള അധികാരം, ദിവാനി അധികാരം ലഭിച്ചത് എന്തിലൂടെ? ഈ ബെക്സാർ യുദ്ധത്തിന്റെ അവസാനമായ അലഹാബാദ് ഉടമ്പടിയിലൂടെയാണ്, 1765. ബെക്സാർ യുദ്ധത്തിന്റെ ഫലമായിട്ടാണ് ദിവാനി അധികാരം ലഭിക്കുക, 1765. ഓക്കെ, അടുത്ത ചോദ്യം. ബംഗാളിനെ രണ്ടായി വിഭജിച്ച വൈസ്രോയി ആരാണ്? വെല്ലിംഗ്ടൺ പ്രഭു, മെക്കാള പ്രഭു, കഴ്സൺ പ്രഭു, ജനറൽ ഡയർ. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. PSC സ്ഥിരം ചോദിച്ചുകൊണ്ടിരിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. എന്താണ്? കഴ്സൺ പ്രഭു ആണ് ഉത്തരം. കഴ്സൺ പ്രഭു ബംഗാൾ വിഭജനം പ്രഖ്യാപിച്ചത് 1905 ജൂലൈ മാസം 20-ാം തീയതിയും അത് പ്രാബല്യത്തിൽ വന്നത് 1905 ഒക്ടോബർ മാസം 16-ാം തീയതിയും. പ്രാബല്യത്തിൽ വന്ന ഒക്ടോബർ 16-ആണ്. പക്ഷെ പ്രഖ്യാപിച്ച് ആരംഭിച്ചതെല്ലാം ആര് തന്നെ? കഴ്സൺ പ്രഭു തന്നെ. അതുകൊണ്ട് ബംഗാളിനെ രണ്ടായി വിഭജിച്ച വൈസ്രോയി കഴ്സൺ പ്രഭുവാണ്. ഇതുമായി ബന്ധപ്പെട്ട് രണ്ട് കാര്യങ്ങളൂടെ ഞാൻ പറയാം. ബംഗാളിനെ വിഭജിച്ച് ധാക്കയും കൽക്കട്ടയും കേന്ദ്രീകരിച്ചുകൊണ്ട് 2 ഭരണസിരാ കേന്ദ്രങ്ങൾ ആരംഭിക്കണം എന്ന് ആവശ്യപ്പെട്ട ആദ്യ ഇന്ത്യക്കാരനാര്? PSCയുടെ മറ്റൊരു ചോദ്യമാണ്. ബംഗാളിനെ രണ്ടായി വിഭജിച്ച് ധാക്കയും കൽക്കട്ടയും 2 ഭരണസിരാ കേന്ദ്രങ്ങളാക്കി മാറ്റണം എന്ന് ആവശ്യപ്പെട്ട
ആദ്യ ഇന്ത്യക്കാരനാര്? അദ്ദേഹത്തിന്റെ പേരാണ് സർ സയ്യിദ് അഹമ്മദ് ഖാൻ. സർ സയ്യിദ് അഹമ്മദ് ഖാൻ. മറക്കല്ലേ, സർ സയ്യിദ് അഹമ്മദ് ഖാൻ എന്ന് പറയുന്ന ബ്രിട്ടീഷ് ജഡ്ജായിരുന്നു, ഇന്ത്യക്കാരനായ ബ്രിട്ടീഷ് ജഡ്ജായിരുന്നു. സർ സയ്യിദ് അഹമ്മദ് ഖാൻ അങ്ങനെ ആവശ്യപ്പെടാനുള്ള പ്രധാന കാരണം ബ്രിട്ടീഷ് ഇന്ത്യയുടെ ആസ്ഥാനം കൽക്കട്ടയായിരുന്നു അല്ലെ. അതുകൊണ്ട് തന്നെ എല്ലാ വികസന പ്രവർത്തനങ്ങളും കേന്ദ്രീകരിക്കപ്പെട്ടത് എവിടെയായിരുന്നു? കൽക്കട്ടയിലായിരുന്നു. ധാക്കയിലെ വികസനങ്ങളൊന്നുമില്ല. ബംഗാളിന്റെ കിഴക്ക് ഭാഗമായ ധാക്കയിൽ വികസനം കൊണ്ടുവരണമെങ്കിൽ കൽക്കട്ടയെ പോലെ മറ്റൊരു ഭരണസിരാ കേന്ദ്രമാക്കി എന്തിനെ മാറ്റണം? ധാക്കയെ മാറ്റണം. അതുകൊണ്ടാണ് ഇത് ആവശ്യപ്പെടുന്നത് കേട്ടോ. പക്ഷെ ബംഗാൾ വിഭജനം നടപ്പിലാക്കുമ്പോൾ ആരില്ല? സർ സയ്യിദ് അഹമ്മദ് ഖാൻ ജീവനോടല്ല, അദ്ദേഹം മരിച്ചുപോയി 1898. അദ്ദേഹത്തിന്റെ ആവശ്യം ബ്രിട്ടീഷുകാർ പഠിച്ചു. ബ്രിട്ടീഷുകാർ പഠിച്ചതിന് ശേഷം കഴ്സൺ പ്രഭുവിന്റെ കാലഘട്ടത്ത് എന്ത് ചെയ്യാണ്? വിഭജിക്കുകയാണ്. അങ്ങനെ വിഭജിച്ചപ്പോ ഇന്ത്യയിലെ ദേശീയ നേതാക്കള് അതിനെ മതത്തിന്റെ പേരിൽ ഭിന്നിപ്പിച്ച് ഭരിക്കുന്നതിന് വേണ്ടി വിഭജിച്ചു എന്നാരോപിച്ചു. പക്ഷെ ബ്രിട്ടീഷുകാർ പറയുന്നത് ഫോർ ദ ഡെവലപ്മെന്റ് ഓഫ് ഈസ്റ്റേൺ ബംഗാൾ എന്നാണ്. ഭരണ സൗകര്യത്തിനും കിഴക്കൻ ബംഗാളിന്റെ വികസനത്തിനും വേണ്ടിയിട്ടാണ് ബംഗാൾ വിഭജനം, ബംഗാൾ പാർട്ടീഷൻ നടപ്പിലാക്കിയതെന്നാണ് ഇന്നും ബ്രിട്ടന്റെ ഔദ്യോഗിക രേഖകളിൽ കാണാൻ കഴിയുക. നിങ്ങൾ വെറുതെ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പൊ നമ്മൾ വാട്ട്സ് എ റീസൺ ബിഹൈൻഡ് ബംഗാൾ പാർട്ടീഷൻ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ സ്വാഭാവികം നമുക്ക് മനസ്സിലാവും. ബംഗാൾ പാർട്ടീഷന് പിന്നിലുള്ള പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് എന്താണ്? ഫോർ ദ ഡെവലപ്മെന്റ് ഓഫ് ഈസ്റ്റേൺ ബംഗാൾ എന്നാണ് ബ്രിട്ടീഷുകാർ പറയുക. അതിന്റെ ആവശ്യപ്പെട്ടത് ആരാണ്? സർ സയ്യിദ് അഹമ്മദ് ഖാനാണ്. മനസ്സിലായോ? അതുകൊണ്ട് പാകിസ്ഥാന്റെ തത്വചിന്തകൻ എന്നറിയപ്പെടുന്നത്, പാകിസ്ഥാന്റെ ഫിലോസഫർ എന്ന് കണക്കാക്കുന്നത് സർ സയ്യിദ് അഹമ്മദ് ഖാനെയാണ്. പാകിസ്ഥാന്റെ ഫിലോസഫർ അഥവാ തത്വചിന്തകൻ എന്ന് വിളിക്കുന്നത് സർ സയ്യിദ് അഹമ്മദ് ഖാനെ. ബംഗാൾ വിഭജനം പ്രഖ്യാപിച്ചത് 1905 ജൂലൈ 20 അതോടുകൂടി ഇന്ത്യയിലെ പ്രധാന വിപ്ലവ നേതാക്കൾ എന്ത് ചെയ്തു? സ്വദേശി പ്രസ്ഥാനം ആരംഭിക്കുകയാണ്. ആ സ്വദേശി പ്രസ്ഥാനം ആരംഭിച്ചത്, ബംഗാൾ വിഭജനം പ്രഖ്യാപിച്ചതിന് എതിരെ സ്വദേശി പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ചത് കൽക്കട്ട കേന്ദ്രീകരിച്ചുകൊണ്ട് കൽക്കട്ട ടൗൺ ഹാളിൽ വെച്ച് ആരായിരുന്നു? ഇന്ത്യയിൽ ദേശീയ നേതാക്കൾ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അല്ല, മറ്റു ചില ദേശീയ നേതാക്കൾ ചേർന്ന് ആരംഭിക്കുന്നു. 1905 ഓഗസ്റ്റ് മാസം എന്നാണ് 7-ാം തീയതി. ഈ സ്വദേശി പ്രസ്ഥാനം ആരംഭിച്ചതിന്റെ 1-ാം വാർഷികത്തിൽ, ആദ്യ വാർഷികത്തിൽ അതായത് എന്നായിരിക്കും ആദ്യ വാർഷികം? 1906 ഓഗസ്റ്റ് 7-ാം തീയതി ഇന്ത്യയുടേതായി ആദ്യമായി ഒരു പതാക ഉയർത്തി. ഈ പതാകയാണ് സ്വദേശി പതാക എന്ന പേരിൽ അറിയപ്പെടുക. സ്വദേശി പതാക. ഈ സ്വദേശി പതാക രൂപകൽപ്പന ചെയ്തത് സജീന്ദ്ര പ്രസാദ് ബോസ് ആയിരുന്നു. SP ബോസ്, സജീന്ദ്ര പ്രസാദ് ബോസാണ് രൂപകൽപ്പന ചെയ്തത്. ഈ സജീന്ദ്ര പ്രസാദ് രൂപകൽപ്പന ചെയ്ത സ്വദേശി പതാകയാണ് മാഡം ഭിക്കാജി കാമ 1907 ഒരു അന്തർദേശീയ വേദിയിൽ ഉയർത്തുക. ഓക്കെ, സ്റ്റഡ്ഗഡിൽ ഉയർത്തുക. അത് മനസ്സിലുണ്ടാവണം കേട്ടോ. അപ്പോ ബംഗാൾ വിഭജനമാണ് എന്തിനു കാരണമായി തീർന്നത്? സ്വദേശി പ്രസ്ഥാനത്തിന്. ഈ സ്വദേശി പ്രസ്ഥാനമാണ് ദേശീയതയ്ക്ക് കൂടുതൽ ശക്തി പകർന്നത്. അതുകൊണ്ടാണ് നമ്മൾ വിളിക്കുക ദേശീയ പ്രസ്ഥാനത്തിന്റെ കളിത്തൊട്ടിൽ എന്നറിയപ്പെടുന്നത് ബംഗാളാണ്, അല്ലെങ്കിൽ ബംഗാൾ വിഭജനമാണ് അഥവാ സ്വദേശി പ്രസ്ഥാനമാണ്. ഓക്കെ അല്ലേ? അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. കർഷകന് തന്നെ ഭൂമിയുടെ ഉടമസ്ഥാവകാശമുള്ളതും ഭൂമിയുടെ വരുമാനം നികുതി സർക്കാരിലേക്ക് അടയ്ക്കാനുള്ള ഉത്തരവാദിത്വമുള്ളതുമായ സംവിധാനത്തിന്റെ പേര്. അപ്പൊ കർഷകന് ഭൂമിയുടെ ഉടമസ്ഥാവകാശമുണ്ട്. ആ കർഷകൻ നേരിട്ട് എന്ത് ചെയ്താൽ മതി? ഗവൺമെന്റിന് ടാക്സ് അടച്ചാൽ മതി. നികുതി ടാക്സ് ആർക്കടച്ചാൽ മതി? സർക്കാരിന് നേരിട്ട് അടച്ചാൽ മതി. കർഷകൻ അപ്പോ ഇന്ത്യയിൽ ഉണ്ടായിരുന്ന പ്രധാനപ്പെട്ട നികുതി സമ്പ്രദായങ്ങൾ ദസ്സല സമ്പ്രദായം, ജമീന്ദാരി സമ്പ്രദായം, മുഗൾവാരി സമ്പ്രദായം, റൈറ്റ് വാരി സമ്പ്രദായം. ഇതിലേതാണ് ആൻസർ? റൈറ്റ് വാരിയാണ്. കാരണം റൈറ്റ് എന്ന വാക്കിന്റെ അർത്ഥം എന്തായിരുന്നു? കർഷകൻ എന്നായിരുന്നു. റൈറ്റ് എന്ന വാക്കിന്റെ അർത്ഥം കർഷകനാണ്. കർഷകൻ നേരിട്ട് കൊടുത്താൽ മതി. ഈ റൈറ്റ് വാരി സമ്പ്രദായം നടപ്പിലാക്കിയത് എവിടെയാണ്? മദ്രാസ് പ്രവിശ്യയിലായിരുന്നു. മദ്രാസ് പ്രവിശ്യയിൽ 1820. അപ്പോൾ ബ്രിട്ടീഷുകാര് മദ്രാസ് പ്രവിശ്യയിൽ നടപ്പിലാക്കിയ ഭൂനികുതി സമ്പ്രദായമാണ് റൈറ്റ് വാരി. റൈറ്റ് എന്ന വാക്കിന്റെ അർത്ഥം കർഷകൻ നേരിട്ട് നികുതി കൊടുത്താൽ മതി. ഇനി മഹൽ എന്ന വാക്കിന്റെ അർത്ഥം ഗ്രാമം അഥവാ ഗോത്രം എന്നാണ്. മഹൽ എന്ന വാക്കിന്റെ അർത്ഥം ഗ്രാമം അഥവാ ഗോത്രം. ഗോത്രത്തലവന്മാര് അഥവാ ഗ്രാമത്തലവന്മാര് നികുതി ജനങ്ങളിൽ നിന്ന് പിരിച്ച് ആർക്ക് കൊടുക്കണം? ബ്രിട്ടീഷുകാർക്ക് കൊടുക്കണം. അതായിരുന്നു മഹൽവാരി സമ്പ്രദായം. വടക്ക് പടിഞ്ഞാറൻ പ്രവിശ്യയിലാണ് എന്ത് നടപ്പിലാക്കിയത്? മഹൽവാരി സമ്പ്രദായം. ഗോത്രങ്ങൾ കാണപ്പെടുന്ന
ഗോത്ര സമൂഹം കാണപ്പെടുന്ന ഭൂപ്രദേശങ്ങൾ, ഗോത്ര തലവന്മാര് ജനങ്ങളിൽ നിന്ന് നികുതി പിരിച്ച് ആർക്ക് കൊടുക്കണം? ബ്രിട്ടീഷുകാർക്ക് കൊടുക്കണം. സമീന്ദാരി സമ്പ്രദായം അത് ബംഗാൾ പ്രവിശ്യയിൽ നടപ്പിലാക്കിയതായിരുന്നു. സമീന്ദാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജന്മി, നാടുവാഴി അഥവാ ജന്മിമാര് നികുതി പിരിച്ച്, നാടുവാഴി അല്ലെങ്കിൽ ജന്മിമാരെ നികുതി പിരിച്ച് ആ നികുതി ബ്രിട്ടീഷുകാർക്ക് കൊടുക്കണം. അതായിരുന്നു ജമീന്ദാരി സമ്പ്രദായം. അത് ബംഗാൾ പ്രവിശ്യയിൽ നടപ്പിലാക്കുക. സമീന്ദാരി സമ്പ്രദായം 10 വർഷത്തേക്കുള്ള നികുതി കരാറായിരുന്നു. ഇതൊക്കെ 10 വർഷമാണ് കേട്ടോ. ബ്രിട്ടീഷുകാർ നടപ്പിലാക്കിയ ആദ്യത്തെ 10 വർഷം നികുതി കരാറാണ് ജമീന്ദാരി സമ്പ്രദായം. അതുകൊണ്ട് ഈ ജമീന്ദാരി സമ്പ്രദായത്തെ ശാശ്വത ഭൂനികുതി വ്യവസ്ഥിതി അഥവാ പെർമനന്റ് സെറ്റിൽമെന്റ് എന്നൊക്കെ വിളിക്കാറുണ്ട്. എന്തെന്ന് വിളിക്കും? പെർമനന്റ് സെറ്റിൽമെന്റ് എന്ന് വിളിക്കാറുണ്ട്. മറക്കില്ല എന്ന് കരുതിക്കോട്ടെ. ഇനി ദസല സമ്പ്രദായം. മുഗൾ ചക്രവർത്തി, മുഗൾ ഭരണാധികാരിയായ അക്ബർ തുടക്കം കുറിച്ച സമ്പ്രദായമായിരുന്നു എന്താ? ദസല സമ്പ്രദായം. മുഗൾ ഭരണാധികാരികൾ തുടക്കം കുറിച്ച 10 വർഷത്തേക്ക് വേണ്ടിയുള്ള നികുതി കരാറാണ്. അതായത് തൊട്ട് മുൻപുള്ള 10 വർഷത്തെ വരുമാനം, കർഷകന്റെ വരുമാനം എത്രയാണോ അതനുസരിച്ച് നികുതി പേ ചെയ്യണമായിരുന്നു. തൊട്ട് മുമ്പിലുള്ള 10 വർഷത്തെ ശരാശരി. ഓക്കെ, യെസ്, മറക്കില്ലല്ലോ. അപ്പൊ മുഗൾ സാമ്രാജ്യത്തിലാണ് എന്തുണ്ടായിരുന്നത്? ദസല സമ്പ്രദായം ഉണ്ടായിരുന്നത്. ബാക്കി മൂന്നും ബ്രിട്ടീഷ് ഇന്ത്യയിൽ. അടുത്ത താഴെ പറയുന്നവയിൽ ആരാണ് ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ പോരാടാൻ പഴശ്ശിരാജയെ സഹായിച്ചത്? കുറുമ്പനാട്ട് രാജ, വാര്യംകുന്നത്ത് മുഹമ്മദ് ഹാജി, തലക്കൽ ചന്തു, തച്ചോളി ഉദയനൻ. നമുക്ക് നോക്കാം. തച്ചോളി ഉദയനൻ എന്ന് പറയുന്നത് വടക്കൻ പാട്ടിലെ വീരനായകനാണ്. വടക്കൻ പാട്ടിലെ വീരനായകനാണ്. അദ്ദേഹവും പഴശ്ശിരാജയും തമ്മിൽ ബന്ധമൊന്നുമില്ല അല്ലെ? യെസ്, തലക്കൽ ചന്തു അദ്ദേഹമാണ് ഗോത്ര നേതാവ് അല്ലെ? അതെ, തലക്കൽ ചന്തു എന്ന ആദിവാസി നേതാവാണ്, ഗോത്ര നേതാവാണ്. ആരെ സഹായിക്കുക? വയനാടൻ മലനിരകളിൽ ആരെ സഹായിക്കുന്ന? രണ്ടാം പഴശ്ശി കലാപ കാലഘട്ടത്ത്. രണ്ടാം പഴശ്ശി കലാപം 1800 തൊട്ട് 1805 വരെയായിരുന്നു. രണ്ടാം പഴശ്ശി കലാപ കാലഘട്ടത്ത് വയനാടൻ മലനിരകളിൽ, വയനാട്ടിലെ ആദിവാസി വിഭാഗമായ കുറിച്യരുടെ തലവനായ തലക്കൽ ചന്തു, വയനാട് മലനിരകളില് കുറിച്യരുടെ തലവനായ തലക്കൽ ചന്തു ആരെ സഹായിച്ചു? പഴശ്ശിരാജയെ സഹായിച്ചു. വാര്യംകുന്നത്ത് മുഹമ്മദ് ഹാജി ആരാണ് അദ്ദേഹം? 1920-21 നടന്ന മലബാർ കലാപത്തിലെ നേതാവാണ്. മലബാർ കലാപത്തിലെ വിപ്ലവ നേതാവാണ് വാര്യംകുന്നത്ത് മുഹമ്മദ് ഹാജി. കുറുമ്പനാട്ട് രാജ അദ്ദേഹം പഴശ്ശിരാജയുമായി ബന്ധപ്പെട്ട ആളാണ് തീർച്ചയായിട്ടും. അതിനൊരു കഥയുണ്ട്. ഈ കുറുമ്പനാട്ട് രാജാവിനെ കുറിച്ചുള്ള കഥ നമുക്ക് ഇനി പറയാം. ഓക്കെ, അപ്പൊ ഇവിടുത്തെ ആൻസർ എന്താണ്? തലക്കൽ ചന്തു, ഓപ്ഷൻ സി ആണ്. എങ്കിലും കുറുമ്പനാട്ട് രാജാവിനെ കുറിച്ച് ഒന്ന് പറയാം. നമ്മുടെ മൂന്നാം ആംഗ്ലോ മൈസൂർ യുദ്ധം, മൂന്നാമത്തെ ആംഗ്ലോ മൈസൂർ യുദ്ധ കാലഘട്ടത്ത് വടക്കൻ കേരളത്തിൽ നിന്ന് ടിപ്പുവിന്റെ അധികാരം തുടച്ചു നീക്കുവാൻ, അഥവാ വടക്കൻ കേരളത്തിലെ ടിപ്പുവിന്റെ ആധിപത്യം തകർക്കുവാൻ ബ്രിട്ടീഷുകാർക്ക് സഹായം നൽകിയത് പഴശ്ശിരാജ ഉൾപ്പെടെയുള്ള പ്രാദേശിക നാട്ടുരാജാക്കന്മാരാണ്. ഓക്കെ, ബ്രിട്ടീഷുകാരെ ആര് സഹായിച്ചു? മൂന്നാം ആംഗ്ലോ മൈസൂർ യുദ്ധത്തിൽ ബ്രിട്ടീഷുകാരെ ആര് സഹായിച്ചു? പഴശ്ശി സഹായിച്ചപ്പോ പഴശ്ശിക്ക് ഈ മൂന്നാം ആംഗ്ലോ മൈസൂർ യുദ്ധത്തിന് ശേഷം ടിപ്പു പരാജയപ്പെട്ട് കഴിഞ്ഞാൽ ടിപ്പുവിന്റെ അധീനതയിലുള്ള ഭൂപ്രദേശങ്ങളുടെ നികുതി പിരിക്കുവാനുള്ള അധികാരം പഴശ്ശിക്ക് കൊടുക്കാം എന്നായിരുന്നു പറഞ്ഞിരുന്നത്. പക്ഷേ 1792 യുദ്ധം അവസാനിപ്പിച്ചപ്പോൾ ശ്രീരംഗപട്ടണം ഉടമ്പടി ഒപ്പുവെച്ചു. ടിപ്പുവിന്റെ വയനാട് ഒഴികെയുള്ള മറ്റു ഭൂപ്രദേശങ്ങൾ ആർക്ക് വിട്ടുകൊടുത്തു? ബ്രിട്ടീഷുകാരെ നികുതി പിരിക്കാമെന്ന് പറഞ്ഞിരുന്നത്, നികുതി പിരിവിനുള്ള അധികാരം കൊടുക്കാമെന്ന് പറഞ്ഞിരുന്നത് പഴശ്ശിരാജയ്ക്ക്. പക്ഷേ നികുതി പിരിവിനുള്ള അധികാരം കൊടുത്ത ആർക്കാ? പഴശ്ശിയുടെ അമ്മാവനായ കുറുമ്പനാട്ട് രാജാവിനാണ് ബ്രിട്ടീഷുകാർ നികുതി പിരിക്കാനുള്ള അധികാരം നൽകിയത്. അതായിരുന്നു 1793 മുതൽ 1797 വരെയുള്ള ഒന്നാം പഴശ്ശി കലാപത്തിന് കാരണം. ഓക്കെ, ഒടുവിലെ കോലത്തിരിയുടെ സഹായത്തോടു കൂടി നമ്മുടെ കണ്ണവത്ത് ശങ്കരൻ നമ്പ്യാർ, പഴശ്ശിയുടെ മന്ത്രിയാണ് കണ്ണവത്ത് ശങ്കരൻ നമ്പ്യാർ. ആ കണ്ണവത്ത് ശങ്കരൻ നമ്പ്യാരുടെ മാധ്യസ്ഥതയിൽ ബ്രിട്ടീഷുകാരുമായി ചർച്ച ചെയ്തു. 1797 നമ്മുടെ പഴശ്ശിരാജയ്ക്ക് പെൻഷൻ കൊടുക്കാം എന്ന ധാരണയിൽ പഴശ്ശി കലാപം അവസാനിപ്പിക്കുകയാണ്. അപ്പൊ ഒന്നാം പഴശ്ശി കലാപത്തിന് കാരണം
ബ്രിട്ടീഷുകാർ വടക്കൻ ഇന്ത്യയിലെ നികുതി പിരിവിനുള്ള അധികാരം പഴശ്ശിക്ക് കൊടുക്കാമെന്ന് പറഞ്ഞിരുന്നു, വാഗ്ദാനം ചെയ്തിരുന്നു. എന്നാൽ പകരം ആർക്ക് കൊടുത്തു? കുറുമ്പനാട്ട് രാജാവിന് കൊടുത്തു. അതാണ് ഒന്നാം പഴശ്ശി കലാപത്തിനുള്ള കാരണം. ഓക്കെയാണ്. രണ്ടാം പഴശ്ശി കലാപത്തിനുള്ള കാരണം വയനാടൻ ഭൂപ്രദേശങ്ങൾ എന്ത് ചെയ്യുന്നു? ബ്രിട്ടീഷുകാർ സ്വന്തമാക്കാൻ ശ്രമിച്ചതിനെതിരെ. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് അറിയാം, മറക്കരുത്, പഴശ്ശിരാജയെ സഹായിച്ചത് തലക്കൽ ചന്തു ഉണ്ട്, പഴശ്ശിരാജയുടെ മന്ത്രി കണ്ണവത്ത് ശങ്കരൻ നമ്പ്യാറുണ്ട്, അല്ലെ? അടുത്ത് നമുക്ക് പറയാം, പിന്നെ ഇടച്ചനം കുങ്കൻ നായരൊക്കെ ഉണ്ട്, അല്ലെ? സർവ്വസൈനികരുടെ. ഏത് ഗവർണർ ജനറലിന്റെ കാലത്താണ് റവന്യൂ ബോർഡ് രൂപീകരിക്കപ്പെട്ടത്? സർ ജോർജ് ബെർലോ, മിന്റോ പ്രഭു ഒന്നാമൻ, ആമോസ്റ്റ് പ്രഭു, വാറൻ ഹേസ്റ്റിങ്സ്. ഉത്തരം എന്താണ്? വാറൻ ഹേസ്റ്റിങ്സ് ആണ്. റവന്യൂ ബോർഡ് രൂപീകരിച്ചത് എന്തിനു വേണ്ടിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1772 നമ്മുടെ വാറൻ ഹേസ്റ്റിങ്സ് എന്ത് ചെയ്തു? ദിഫരണം അവസാനിപ്പിച്ചു. ഈ ദിഫരണം അവസാനിപ്പിച്ചു എന്ന് പറഞ്ഞാൽ ദിഫരണം ആരംഭിച്ചത് ആരാണ്? റോബർട്ട് ക്ലൈവ് ആണ്. ദിഫരണം ആരംഭിച്ചത് റോബർട്ട് ക്ലൈവ് ആയിരുന്നു. ഈ ദിഫരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കുക, നികുതി ഭരണവും നികുതി നീതിന്യായം. നികുതി പിരിവ്, നീതിന്യായം എന്നിങ്ങനെ രണ്ടായി വേർതിരിച്ച് ദിഫരണം ആരംഭിച്ചത് റോബർട്ട് ക്ലൈവ് ആയിരുന്നു. റോബർട്ട് ക്ലൈവിന് ശേഷം അധികാരത്തിൽ വന്ന നമ്മുടെ വാറൻ ഹേസ്റ്റിങ്സ് അതിന് രണ്ടിനും ഒന്നാക്കി മാറ്റി. നികുതി പിരിക്കുന്നത് നീതിന്യായവും ഒരാൾ തന്നെ ചെയ്താൽ മതി, ഒരു വകുപ്പിന്റെ കീഴിൽ നിന്നാൽ മതി, രണ്ട് സ്വതന്ത്ര വകുപ്പുകൾ ആവശ്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ദിഫരണം അവസാനിപ്പിച്ചു. തുടർന്ന് നികുതി പിരിവ് കാര്യക്ഷമമാക്കുന്നതിന് വേണ്ടിയിട്ട് 1772 കിൻകിനൈൽ സമ്പ്രദായം കൊണ്ടുവന്നു. കിൻകിനൈൽ സമ്പ്രദായം. ഈ കിൻകിനൈൽ സമ്പ്രദായത്തിന്റെ കീഴിലാണ് ജില്ലാ കളക്ടർ എന്ന തസ്തിക സൃഷ്ടിച്ചത്. ജില്ലാ കളക്ടറിന്റെ മേൽനോട്ടത്തിൽ റവന്യൂ ബോർഡ് രൂപീകരിച്ചു. നികുതി പിരിവിന് വേണ്ടി റവന്യൂ ബോർഡ് രൂപീകരിച്ചു. ജില്ലാ കളക്ടർ എന്ന ഉദ്യോഗസ്ഥനാണ് അതിന്റെ മേൽനോട്ടക്കാരൻ. അപ്പോൾ റവന്യൂ ബോർഡ് രൂപീകരിച്ചത് ആരാണ്? വാറൻ ഹേസ്റ്റിങ്സ് ആണ്. റവന്യൂ ബോർഡിന്റെ അധികാരി ജില്ലാ കളക്ടറാണ്. ഏത് സമ്പ്രദായം അനുസരിച്ച് രൂപീകരിച്ചു? 1772 കിൻകിനൈൽ സമ്പ്രദായം അനുസരിച്ച്. കിൻകിനൈൽ സമ്പ്രദായം രൂപീകരിച്ചത് എന്തിനെ മാറ്റിക്കൊണ്ടാണ്? ദിഫരണം അവസാനിപ്പിച്ചുകൊണ്ട്. അപ്പൊ ദിഫരണം അവസാനിപ്പിച്ചതും കിൻകിനൈൽ സമ്പ്രദായം ആരംഭിച്ചതും വാറൻ ഹേസ്റ്റിങ്സ് ആണ്. ഏത് വർഷം? 1772. കിൻകിനൈൽ സമ്പ്രദായത്തിന്റെ ഭാഗമായി രൂപീകരിച്ച തസ്തികയാണ് ജില്ലാ കളക്ടർ. ജില്ലാ കളക്ടറിനെ റവന്യൂ ബോർഡിന്റെ തലവനാക്കിക്കൊണ്ട് നികുതി പിരിവ് കാര്യക്ഷമമാക്കുന്നതിന് വേണ്ടിയിട്ട് തീരുമാനിച്ചു. റവന്യൂ രൂപീകരിച്ചത് വാറൻ ഹേസ്റ്റിങ്സ്, മറക്കരുത്. പ്രാദേശിക ഭാഷാ പത്ര നിയമം നടപ്പിലാക്കിയതാണ്. അതായത് പ്രാദേശിക ഭാഷയിൽ പ്രസിദ്ധീകരിക്കുന്ന പത്രങ്ങൾ കൃത്യമായി മോണിറ്റർ ചെയ്യുന്നതിനും ഗവൺമെന്റിന് എതിരെയുള്ള വാർത്തകളാണ് നൽകുന്നതെങ്കിൽ അവയെ നിരോധിക്കുന്നതിനും വേണ്ടിയിട്ട് രൂപീകരിക്കപ്പെട്ടതായിരുന്നു എന്ത്? പ്രാദേശിക ഭാഷാ പത്ര നിയമം. കൊണ്ടുവന്നത് ലിട്ടൺ പ്രഭു ആയിരുന്നു. ഏത് വർഷം? 1878. എന്തുകൊണ്ടാണ് പ്രാദേശിക ഭാഷാ നിയമം കൊണ്ടുവന്നത് എന്ന് ചോദിച്ചാൽ അതിനൊരു ഉത്തരം. 1876 ലിട്ടൺ പ്രഭു റോയൽ ടൈറ്റിൽ ആക്ട് പാസാക്കി. ഈ റോയൽ ടൈറ്റിൽ ആക്ട് പ്രകാരം ബ്രിട്ടീഷ് രാജ്ഞി ഇന്ത്യയുടെ കൂടെ ചക്രവർത്തിനിയായി പ്രഖ്യാപിക്കപ്പെടുകയാണ്. വിക്ടോറിയ രാജ്ഞിയെ ഇന്ത്യയുടെ ചക്രവർത്തിനിയായി പ്രഖ്യാപിച്ചു. ഈ ചക്രവർത്തിനി സ്ഥാനം ഏറ്റെടുക്കുവാൻ വിക്ടോറിയ രാജ്ഞി ഇന്ത്യയിൽ വന്നത് 1877. വിക്ടോറിയ രാജ്ഞി വന്നപ്പോ ഇന്ത്യയിലെ ഭരണാധികാരിയായ വൈസ്രോയിയായ ലിട്ടൺ പ്രഭു വലിയൊരു വിരുന്നൊരുക്കി. എവിടെ? ഡൽഹിയിലെത്തിപ്പോ വരുന്നൊരു വിരുന്നൊരുക്കി. അതെന്ത് പേരിൽ അറിയപ്പെടുന്നു? ഡൽഹി ദർബാർ എന്നറിയപ്പെടുന്നു. ഈ സമയത്ത് ബംഗാൾ പ്രവിശ്യയില് 1874 ആരംഭിച്ച ബംഗാൾ ഒഡീഷ മേഖലയിലൊക്കെ അതിശക്തമായ ക്ഷാമം അനുഭവപ്പെടുകയാണ്. ഈ ക്ഷാമ കാലഘട്ടത്ത് 1877 ഡൽഹിയിൽ വെച്ച് വിക്ടോറിയ രാജ്ഞിക്ക് വേണ്ടിയിട്ട് ഗ്രാൻഡ് ദർബാർ സംഘടിപ്പിച്ച് അനാവശ്യ ചിലവുണ്ടാക്കി എന്ന് ഇന്ത്യൻ ഭാഷയിൽ പ്രസിദ്ധീകരിക്കുന്ന പത്രങ്ങൾ വാർത്ത കൊടുത്തു. അത് കാരണം നമ്മുടെ ലിട്ടൺ പ്രഭുവിനെ വിമർശിച്ചു. അതാണ് എന്തിനു കാരണമായി തീരുന്നത്? ലിട്ടൺ പ്രഭു പ്രാദേശിക ഭാഷാ പത്ര നിയമം പാസാക്കാൻ കാരണമായത്. പ്രാദേശിക ഭാഷയിൽ പ്രസിദ്ധീകരിക്കുന്ന ഇന്ത്യൻ പത്രങ്ങളെ കൃത്യമായി മോണിറ്റർ ചെയ്യുന്നതിനും അവയിൽ ഗവൺമെന്റിനെതിരെയുള്ള വാർത്തകൾ അച്ചടിക്കുന്നത് കർശനമായി തടയുന്നതിന് വേണ്ടിയിട്ടായിരുന്നു ഈ വസ്തുത കൊണ്ടുവന്നത്.
ഒടുവില് അത് കഴിഞ്ഞു വരുന്ന റിപ്പൺ പ്രഭു 1882 ഇത് റദ്ദ് ചെയ്തു. അപ്പോൾ പ്രാദേശിക ഭാഷ പത്രനിയമം പാസ്സാക്കിയത് നടപ്പിലാക്കിയത് 1878 ലിട്ടൺ പ്രഭു ആണ്. അത് റദ്ദ് ചെയ്തത് 1882 റിപ്പൺ പ്രഭുവുമാണ്. ഓക്കെ അല്ലേ? ആ പ്രാദേശിക ഭാഷ പത്രനിയമം പാസ്സാക്കാൻ കാരണമായത് 1876 റോയൽ ടൈറ്റിൽ ആക്ട് അനുസരിച്ച് വിക്ടോറിയ ഇന്ത്യയുടെ ചക്രവർത്തിനിയായി പ്രഖ്യാപിച്ചു. ചക്രവർത്തി സ്ഥാനം ഏറ്റെടുക്കാൻ വിക്ടോറിയ ഇന്ത്യയിൽ വന്നത് 1877. അപ്പോൾ ഡൽഹിയിൽ വെച്ച് ഗ്രാൻഡ് ദർബാർ സംഘടിപ്പിച്ചു. ബംഗാൾ പ്രവിശ്യയിൽ അതിശക്തമായ ക്ഷാമം നടക്കുന്ന കാലഘട്ടത്ത് ഈ അനാവശ്യ ചെലവ് വരുത്തിയെന്ന് ആരോപിച്ചുകൊണ്ട് ഇന്ത്യൻ പത്രങ്ങൾ ആരെ വിമർശിച്ചു? ലിട്ടൺ പ്രഭുവിനെ വിമർശിച്ചു. അതാണ് പ്രാദേശിക ഭാഷ പത്രനിയമം നടപ്പിലാക്കാൻ കാരണമെന്ന് ചരിത്രം വിലയിരുത്തുന്നു. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ബ്രിട്ടീഷുകാർക്ക് ഇന്ത്യയിലെ ആദ്യത്തെ ഫാക്ടറി സൂററ്റിൽ സ്ഥാപിക്കാൻ അനുവാദം നൽകിയ ഭരണാധികാരി ആരാണ്? നമ്മളന്ന് ആദ്യത്തെ ചോദ്യം പഠിച്ചിരുന്നു അല്ലെ? യെസ്. എന്താണ് ഫാക്ടറി അഥവാ പണ്ടകശാല അഥവാ കച്ചവട കേന്ദ്രം സൂററ്റില് സ്ഥാപിച്ചത്? നിർമ്മാണം ആരംഭിച്ചത് 1608 നിർമ്മാണം പൂർത്തീകരിച്ചത് 1613 നമ്മൾ പറഞ്ഞു. അനുമതി നൽകിയത് ആരാണ്? ജഹാംഗീർ ആണ്. 1608 ഭരണാധികാരി ആരാ? ജഹാംഗീർ. അപ്പൊ ബ്രിട്ടീഷുകാർക്ക് ഇന്ത്യയിൽ ആദ്യത്തെ ഫാക്ടറി സ്ഥാപിക്കുവാൻ സൂററ്റിൽ അനുമതി നൽകിയത് ജഹാംഗീർ. എന്നാൽ ഇവിടെ ചോദ്യം, ബ്രിട്ടീഷുകാർക്ക് ഇന്ത്യയിൽ കച്ചവടം നടത്താൻ അനുമതി നൽകിയത് എന്നാണ് ചോദ്യമെങ്കിൽ, ബ്രിട്ടീഷുകാർക്ക് ഇന്ത്യയിൽ കച്ചവടം നടത്താൻ അനുമതി നൽകിയത് എന്നാണ് ചോദ്യമെങ്കിൽ ആരാണ്? യെസ്, അക്ബർ ചക്രവർത്തിയാണ്. അക്ബർ ചക്രവർത്തി ഏത് വർഷം? 1584 അനുമതി നൽകുക. ആർക്കാണ് അനുമതി നൽകുക? മാസ്റ്റർ റാൽഫ് ഫിച്ചിന്. മാസ്റ്റർ റാൽഫ് ഫിച്ചിനാണ് അനുമതി നൽകുക. അപ്പൊ നിങ്ങൾ ചോദിക്കും, സാറേ മാസ്റ്റർ റാൽഫ് ഫിച്ച് വന്നത് 1583 അല്ലേ? ആണ്. മാസ്റ്റർ റാൽഫ് ഫിച്ച് വന്നത് 1583 സംശയം ഒന്നുമില്ല. അദ്ദേഹത്തെ തന്നെയാണ് നമ്മൾ മാർഗദർശി ഇംഗ്ലീഷുകാരൻ എന്ന് വിളിക്കുന്നത്. കാരണം ബ്രിട്ടീഷുകാർക്ക് ഇന്ത്യയിൽ കച്ചവട അനുമതി വാങ്ങിച്ചു കൊടുത്ത മാസ്റ്റർ റാൽഫ് ഫിച്ച് തന്നെ, സംശയമൊന്നുമില്ല. പക്ഷെ മാസ്റ്റർ റാൽഫ് ഫിച്ച് വന്നത് 1583 എവിടെയാ വന്നേ? ഗോവയിലാണ് വന്നത്. അദ്ദേഹം അക്ബറിന്റെ സദസ്സിലെത്തിയത് എപ്പോഴാ? 1584 അക്ബർ കച്ചവട അനുമതി കൊടുത്തതും 1584 തന്നെ. സംശയം ഉണ്ടാവരുത്. അതുകൊണ്ടാണ് 2 വർഷം എടുത്ത് പറയുക. മാസ്റ്റർ റാൽഫ് ഫിച്ച് വന്നത് 1583 തന്നെ ഗോവയില്. അത് കഴിഞ്ഞാൽ അക്ബറിന്റെ സദസ്സിലെത്തിയത് 1584. അപ്പോഴാണ് ഇന്ത്യയിൽ കച്ചവടത്തിന് ബ്രിട്ടീഷുകാർക്ക് അനുമതി നൽകിയ മുഗൾ ഭരണാധികാരി അക്ബർ ചക്രവർത്തി. തുടർന്ന് മാസ്റ്റർ റാൽഫ് ഫിച്ച് ബ്രിട്ടനിലേക്ക് തിരികെ പോയത് തൊട്ടടുത്ത വർഷം 1585. ഒരു വർഷക്കാലം അക്ബറിന്റെ സദസ്സിൽ താമസിച്ചു എന്നാണ് പറയുക. 83 ഇന്ത്യയിൽ വന്നു, 84 അക്ബറിന്റെ സദസ്സിലെത്തി. ഒരു വർഷത്തിന് ശേഷം 85 തിരികെ പോയി. കച്ചവട അനുമതി നൽകിയത് അക്ബർ. ഓക്കെ. ആദ്യത്തെ ഫാക്ടറി അഥവാ പണ്ടകശാല പണികഴിപ്പിക്കാൻ അനുവാദം നൽകിയത് ജഹാംഗീർ. സെറ്റാണേ. അടുത്ത, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര കാലത്ത് ദേശീയ വിദ്യാഭ്യാസത്തിന്റെയും കലയുടെയും വളർച്ചയ്ക്ക് സ്ഥാപിക്കപ്പെട്ടത് അല്ലാത്തത് ഏത് എന്നാണ് ചോദ്യം. 1916 DK കാർവേ ഇന്ത്യയിൽ ആദ്യത്തെ വനിതാ സർവകലാശാല ആരംഭിച്ചു. ആ വനിതാ സർവകലാശാലയുടെ പേരൂടെ ഞാൻ പറഞ്ഞുതരാം. SNDT, ശ്രീമതി നാദിഭായ് ദാമോദർ താക്കറെ യൂണിവേഴ്സിറ്റി. SNDT യൂണിവേഴ്സിറ്റി എന്നാണ് പറയുക. SNDT യൂണിവേഴ്സിറ്റി. ശ്രീമതി നാദിഭായ്, ഞാൻ ഇവിടെ താഴെ എഴുതിക്കോട്ടെ, നിങ്ങൾ വായിക്കുമെന്ന് ഞാൻ കരുതുന്നു. ശ്രീമതി നാദിഭായ് ദാമോദർ താക്കറെ. ശ്രീമതി നാദിഭായ് ദാമോദർ താക്കറെ സർവകലാശാല SNDT രൂപീകരിച്ചത് DK കാർവേ. അത് ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ സർവകലാശാലയാണ്. PSCയിലും ചോദിക്കുന്നതാണ് ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ സർവകലാശാല ഏതാണ്? ശ്രീമതി നാദിഭായ് ദാമോദർ താക്കറെ വനിതാ സർവകലാശാല സ്ഥാപിച്ചത് DK കാർവേ 1916. ഇന്ത്യയിലെ പ്രാദേശിക വിദ്യാഭ്യാസം പ്രചരിപ്പിക്കാനല്ലേ? തീർച്ചയായിട്ടും. 2, വില്യം ജോൺസ് ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാൾ സ്ഥാപിച്ചു. ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാൾ സ്ഥാപിക്കുന്നത് 1784 വാറൻ ഹേസ്റ്റിങ്സ് എന്ന ഭരണാധികാരിയുടെ ഗവർണർ ജനറലിന്റെ സഹായത്തോടു കൂടി. ഈ റോയൽ ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാൾ അഥവാ ബംഗാൾ ആസ്ഥാനമായി റോയൽ ഏഷ്യാറ്റിക് സൊസൈറ്റി സ്ഥാപിച്ചത് വാറൻ ഹേസ്റ്റിങ്സിന്റെ കാലഘട്ടത്തിൽ 1784 വില്യം ജോൺസ്. എന്തിനു വേണ്ടിയിട്ട്? പ്രാചീന ഇന്ത്യ ചരിത്രത്തെക്കുറിച്ച് പഠിക്കുകയും, അതായത് പ്രാചീന ഇന്ത്യൻ സംസ്കാരത്തെക്കുറിച്ച് പഠിക്കുകയും, അങ്ങനെ പഠിക്കുന്ന കാര്യങ്ങൾ ലോകത്തിന് ഉപയോഗപ്രദമാണെങ്കിൽ ലോകത്തെ അറിയിക്കുകയും ചെയ്യുക, ലോകത്ത് പ്രചരിപ്പിക്കുകയും ചെയ്യുക. അങ്ങനെ മനുസ്മൃതിയെക്കുറിച്ച് വില്യം ജോൺസ് പഠിച്ചു. അത് നല്ലതാണ് എന്ന് തോന്നിയത് കൊണ്ട് മനുസ്മൃതി ആദ്യമായി ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയതും ആര് തന്നെയാണ്? വില്യം ജോൺസ് ആണ്. അത് സ്വാതന്ത്ര്യ സമരവുമായി ബന്ധമുണ്ടോ? ഇല്ല. ആന്തോളജി. ഓക്കെ.
അപ്പൊ മറക്കരുത്, ഇമ്പോർട്ടന്റ് ആണ്. മനുസ്മൃതി ആദ്യം ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയത് റോയൽ ഏഷ്യാറ്റിക് സൊസൈറ്റിയുടെ പ്രധാന നേതാവായ വില്യം ജോൺസ് ആണ്. അത് സ്വാതന്ത്ര്യ സമരവുമായി ബന്ധമില്ല. അപ്പൊ ഒന്നാമത്തെ ശരിയാണ്, രണ്ടാമത്തെ തെറ്റാണ്. രവീന്ദ്രനാഥ് ടാഗോർ ബംഗാളിൽ വിശ്വഭാരതി സർവകലാശാല സ്ഥാപിച്ചു. തീർച്ചയായിട്ടും 1920-21കളില് നിസ്സഹകരണ പ്രസ്ഥാന കാലഘട്ടത്താണ് വിശ്വഭാരതി സർവകലാശാലയായിട്ട് മാറുക. വിശ്വഭാരതി വിദ്യാലയം നേരത്തെ ഉണ്ട്, അത് സർവകലാശാലയായി മാറുന്നത് നിസ്സഹകരണ പ്രസ്ഥാന കാലഘട്ടത്താണ്. സ്വാഭാവികമായിട്ടും സ്വാതന്ത്ര്യ സമരവുമായി ബന്ധമുണ്ട്. വള്ളത്തോൾ നാരായണമേനോൻ തൃശ്ശൂരില് പ്രാദേശിക കലാരൂപങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് രൂപീകരിച്ച കേരള കലാമണ്ഡലം സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തെ ഒരു പ്രസ്ഥാനം തന്നെയാണ്. അപ്പോ ഇവിടെ അല്ലാത്തതാണ് ചോദ്യം അല്ലെ. അല്ലാത്തത് ഏത് എന്നാണ് ചോദ്യം. ഇത് രണ്ട് മാത്രം. ഓപ്ഷൻ ബി ആണ് ഇവിടുത്തെ കറക്റ്റ് ആൻസർ എന്ന് പറയാം. ഒരു ദിവസം നമ്മുടെ വായിൽ വീടാൻ പോകുന്ന ചെറിയെന്ന് ഔദിനെ വിശേഷിപ്പിച്ചത് ആരാണ്? കോൺവാലിസ് പ്രഭു, ഡൽഹൌസി പ്രഭു, ലെസ്ലി പ്രഭു, കഴ്സൺ പ്രഭു. ആരാണ്? ഡൽഹൌസി അല്ലെ. ഒടുവില് ഔദിനെ ബ്രിട്ടീഷ് ഇന്ത്യയോട് കൂട്ടിച്ചേർത്തത് 1856 അല്ലെ. ഔദിനെ ബ്രിട്ടീഷ് ഇന്ത്യയോട് കൂട്ടിച്ചേർത്തത് വർഷം 1856 മറക്കരുത്. ഈ അവധ് PSC ചോദിക്കുമ്പോൾ അവധെന്നും ചോദിക്കാറുണ്ട്, ഔദ് എന്നും ചോദിക്കാറുണ്ട്. രണ്ടും ഒന്ന് തന്നെയാണ്. സംശയം ഉണ്ടാകരുതുണ്ടോ എന്ന് പറഞ്ഞു കേട്ടോ. അവധ് അല്ലെങ്കിൽ ഔദ്. ഔദിനെ ബ്രിട്ടീഷിനോട് കൂട്ടിച്ചേർക്കപ്പെട്ടത് 1856 ഒരു ദിവസം നമ്മുടെ വായിൽ വീഴാൻ പോകുന്ന ചെറിയെന്ന് ഔദിനെ വിശേഷിപ്പിച്ചത് ആരാണെന്ന് ചോദിച്ചാൽ ഡൽഹൌസി പ്രഭു തന്നെ. എന്തിലൂടെയാണ് ദത്തവകാശ നിരോധന നിയമത്തിലൂടെ അവകാശ നിരോധന നിയമം 1848 കൊണ്ടുവന്നു? ദത്തവകാശ നിരോധന നിയമപ്രകാരം ആദ്യം കൂട്ടിച്ചേർക്കപ്പെട്ടത് സത്താറ. 1848 അവസാനം കൂട്ടിച്ചേർക്കപ്പെട്ടത് ഔദ്. ഏത് വർഷം? 1856. സ്ഥിരം PSC ചോദിക്കുന്നതാണ്. ദത്തവകാശ നിരോധന നിയമം 1848. ദത്തവകാശ നിരോധന നിയമപ്രകാരം ആദ്യം കൂട്ടിച്ചേർക്കപ്പെട്ടത് സത്താറയാണ് 1848. അവസാനം കൂട്ടിച്ചേർക്കപ്പെട്ടത് ഔദ് 1856. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. കൽക്കട്ടയില് സുപ്രീം കോടതി സ്ഥാപിച്ച ഗവർണർ ജനറൽ ആരാണ്? ഓപ്ഷൻ എ വില്യം ബെന്റിക്, ഓപ്ഷൻ ബി വാറൻ ഹേസ്റ്റിംഗ്സ്, ഓപ്ഷൻ സി ഡൽഹൌസി, ഓപ്ഷൻ ഡി കോൺവാലിസ്. ആര് തന്നെയാണ്? വാറൻ ഹേസ്റ്റിംഗ്സ് തന്നെയാണ്. കൽക്കട്ടയില് സുപ്രീം കോടതി ആരംഭിക്കുവാൻ കാരണമായ നിയമം എന്ന് പറയുന്നത് 1773 എന്താണ്? റെഗുലേറ്റിംഗ് ആക്ട് ആണ്. 1771 റെഗുലേറ്റിംഗ് ആക്ടിന്റെ അടിസ്ഥാനത്തിൽ 1774 ജനുവരി മാസം 1-ാം തീയതിയാണ് കൽക്കട്ടയില് സുപ്രീം കോടതി ആരംഭിക്കുക. ആ കൽക്കട്ട സുപ്രീം കോടതിയില് ഒരു ചീഫ് ജസ്റ്റിസും കൂടാതെ 3 ജഡ്ജിമാരും ഉണ്ടായിരുന്നു. ആകെ 4 പേര്. ഒരു ചീഫ് ജസ്റ്റിസും കൂടാതെ 3 ജഡ്ജിമാരും ഉൾപ്പെടെ ആകെ 4 പേരാണ് ഉണ്ടായിരുന്നത്. ഒരു ചീഫ് ജസ്റ്റിസ്, 3 ജഡ്ജിമാർ. ആ ചീഫ് ജസ്റ്റിസിന്റെ പേര് സർ എലിജ ഇംബെ ആയിരുന്നു. സുപ്രീം കോടതിയിലെ കൽക്കട്ട സുപ്രീം കോടതിയിലെ ചീഫ് ജസ്റ്റിസ് എന്ന് പറയുന്നത് സർ എലിജ ഇംബെ. മറക്കില്ലല്ലോ. അപ്പോ കൽക്കട്ടയിൽ സുപ്രീം കോടതി സ്ഥാപിച്ചത് വാറൻ ഹേസ്റ്റിംഗ്സ്. ഏത് നിയമം അനുസരിച്ച്? 1773 റെഗുലേറ്റിംഗ് ആക്ട് അനുസരിച്ച്. എന്ന് സുപ്രീം കോടതി നിലവിൽ വന്നു? 1774 ജനുവരി 1. ആകെ 4 ജഡ്ജിമാർ, ഒരു ചീഫ് ജസ്റ്റിസും മറ്റ് 3 ജഡ്ജിമാരും. ചീഫ് ജസ്റ്റിസ് എന്ന് പറയുന്നത് സർ എലിജ ഇംബെ. സെറ്റാണ്. ഇനി ഈ സുപ്രീം കോടതിയും സ്വതന്ത്ര ഇന്ത്യയിലെ സുപ്രീം കോടതി തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? ഒരു ബന്ധവുമില്ല. സ്വതന്ത്ര ഇന്ത്യയിലെ സുപ്രീം കോടതിയുടെ മുൻഗാമി എന്ന് കണക്കാക്കുന്നത് 1937 ഒക്ടോബർ മാസം 1-ാം തീയതി രൂപീകരിച്ച ഫെഡറൽ കോർട്ടാണ്. ഫെഡറൽ കോടതിയാണ് സ്വതന്ത്ര ഇന്ത്യയുടെ സുപ്രീം കോടതിയുടെ മുൻഗാമി എന്ന് കണക്കാക്കുക. അപ്പൊ സ്വതന്ത്ര ഇന്ത്യയിലെ സുപ്രീം കോടതിയുടെ മുൻഗാമി എന്ന് കണക്കാക്കുന്നത് 1937 ഒക്ടോബർ 1-ാം തീയതി രൂപീകരിച്ച ഫെഡറൽ കോടതിയാണ്. PSC ചോദിക്കും, ഫെഡറൽ കോടതി രൂപീകരിക്കാൻ കാരണമായ നിയമം എന്തായിരിക്കും? 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട്. 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് പ്രകാരമാണ് 1937 ഒക്ടോബർ 1-ാം തീയതി ഫെഡറൽ കോടതി രൂപീകരിക്കുക. ആ ഫെഡറൽ കോടതിയാണ് സ്വതന്ത്ര ഇന്ത്യയുടെ സുപ്രീം കോടതിയായിട്ട് മാറുക. ഓക്കെ, വാറൻ ഹേസ്റ്റിംഗ്സ് കൽക്കട്ടയിൽ ആരംഭിച്ച സുപ്രീം കോടതിയും സ്വതന്ത്ര ഇന്ത്യയിലെ സുപ്രീം കോടതിയും തമ്മിൽ ഒരു ബന്ധവുമില്ല എന്ന കാര്യം ദയവായി ഓർമ്മിക്കുക. ഓക്കെ, അടുത്ത ചോദ്യം.
പോർച്ചുഗീസുകാരുടെ കയ്യിൽ നിന്ന് ചാലിയൻകോട്ട തിരിച്ചുപിടിക്കുവാൻ സാമൂതിരിയെ സഹായിച്ചത് ആരാണ്? കുഞ്ഞാലിമരയ്ക്കാർ ഒന്നാമൻ, കുഞ്ഞാലിമരയ്ക്കാർ രണ്ടാമൻ, കുഞ്ഞാലിമരയ്ക്കാർ മൂന്നാമൻ, കുഞ്ഞാലിമരയ്ക്കാർ നാലാമൻ. ഉത്തരം കുഞ്ഞാലിമരയ്ക്കാർ മൂന്നാമനാണ്. കുഞ്ഞാലിമരയ്ക്കാർ മൂന്നാമന്റെ കാലഘട്ടം വരെ മരക്കാറും സാമൂതിരിയും സൗഹൃദത്തിലായിരുന്നു. 1513 സാമൂതിരിയും പോർച്ചുഗീസുകാരും തമ്മില് ഒരു സമാധാന ഉടമ്പടിയിൽ ഒപ്പുവെച്ചു. അങ്ങനെ സമാധാന ഉടമ്പടിയിൽ ഒപ്പുവെച്ചതോടുകൂടി സാമൂതിരി പോർച്ചുഗീസുകാരുമായി അടുത്തു. അങ്ങനെ സാമൂതിരി പോർച്ചുഗീസുകാരുമായിട്ട് അടുത്തപ്പോൾ ആര് ശത്രുവായിട്ട് മാറി? മരക്കാർ ഈ രണ്ടുപേരുടെയും പൊതുശത്രുവായിട്ട് മാറി. അങ്ങനെ കുഞ്ഞാലി നാലാമന്റെ കാലഘട്ടത്ത് സാമൂതിരിയും മരക്കാരും ശത്രുതയിലാണ്. ഈ സാമൂതിരി എന്ന വാക്കിന്റെ അർത്ഥം സമുദ്രത്തിന്റെ അധിപൻ എന്നാണ്. സാമൂതിരി എന്ന പദത്തിന്റെ അർത്ഥം സമുദ്രത്തിന്റെ അധിപൻ. അപ്പൊ കുഞ്ഞാലി നാലാമൻ ആരുമായിട്ട് ശത്രുതയിലായി? സാമൂതിരിയുമായി ശത്രുതയിലായി. ആ ശത്രുതയിലെ അവസരത്തില് ഈ കുഞ്ഞാലി നാലാമൻ സ്വീകരിച്ച സ്ഥാനപ്പേരാണ് ഇന്ത്യൻ സമുദ്രങ്ങളുടെ അധിപൻ അഥവാ ഇന്ത്യൻ മൂറുകളുടെ അധിപൻ. ഇന്ത്യൻ സമുദ്രങ്ങളുടെ അധിപൻ എന്ന സ്ഥാനപ്പേര് സ്വീകരിച്ചത്, ഇന്ത്യൻ സമുദ്രത്തിന്റെ അധിപൻ എന്ന സ്ഥാനപ്പേര് സ്വീകരിച്ചത് ആരെന്ന് ചോദിച്ചാൽ കുഞ്ഞാലി നാലാമനാണ്. മനസ്സിലായോ? അറബിക്കടലിലെ സിംഹം എന്ന മലയാള ചലച്ചിത്രത്തിൽ പറയുന്നത് കുഞ്ഞാലി നാലാമനെ കുറിച്ചുള്ളതാണ്. ഓക്കെ, അപ്പോ സാമൂതിരിയുടെ ശത്രുവായിട്ട് മാറി. എന്തിനു ശേഷം? 1513 സാമൂതിരിയും പോർച്ചുഗീസുകാരും തമ്മിലുള്ള സമാധാന ഉടമ്പടിയിൽ. അത് നിങ്ങൾ പോർച്ചുഗീസുകാരുടെ ആഗമനം പഠിക്കുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. അതായത് വാസ്കോഡ് ഗാമ 3 തവണയാണ് കേരളത്തിലേക്ക് വന്നത് അല്ലെ? 1498, 1502, പിന്നെ 1524. ഇതിൽ 1498 1502 വന്നപ്പോ നമ്മുടെ വാസ്കോഡ് ഗാമ സാമൂതിരിയുമായി ഏറ്റുമുട്ടി. 1524 വന്നപ്പോ സാമൂതിരി സുഹൃത്താണ്. ആ സാമൂതിരിയുടെ സഹായത്തോടു കൂടി കോലത്തിരിയെ പരാജയപ്പെടുത്തുന്നു. സാമൂതിരിയുടെ സഹായത്തോടു കൂടി വാസ്കോഡ് ഗാമ കോലത്ത് നാടിനെ പരാജയപ്പെടുത്തി പോർച്ചുഗീസ് സാമ്രാജ്യത്തിൽ കൂട്ടിച്ചേർക്കുകയാണ്. ആ ചരിത്രം പരാമർശിക്കുന്ന മലയാള ചലച്ചിത്രമാണ് ഉറുമി എന്ന് പറയുന്നത്. ഉറുമി എന്ന ചലച്ചിത്രത്തിൽ പറയുന്നത് വാസ്കോഡ് ഗാമയുടെ മൂന്നാമത്തെ വരവ് 1524 വന്നതിനെ കുറിച്ചും സാമൂതിരിയുടെ സഹായത്തോടു കൂടി കോലത്ത് നാടിനെ ആക്രമിച്ച് കീഴ്പ്പെടുത്തുന്നതുമാണ് ഉറുമി സിനിമയുടെ പശ്ചാത്തലം എന്ന് പറയുക. അത് ചരിത്രവുമാണ് കേട്ടോ. യെസ്, അപ്പൊ ഓർമ്മിക്കുക, കുഞ്ഞാലി മൂന്നാമനാണ് എന്ത് ആക്രമിച്ച് കീഴ്പ്പെടുത്തുക? ചാലിയൻകോട്ട ആക്രമിച്ച് കീഴ്പ്പെടുത്തുക. എന്നാൽ കുഞ്ഞാലി നാലാമൻ ആരുടെ ശത്രുവായിട്ട് മാറി? പോർച്ചുഗീസുകാരുടെയും സാമൂതിരിയുടെയും. അങ്ങനെ കുഞ്ഞാലി നാലാമനെയാണ് പോർച്ചുഗീസുകാർ ഗോവയിൽ വെച്ച് ശിരച്ഛേദനം ചെയ്ത് വധിക്കുന്നത് കേട്ടോ. അതും മനസ്സിലുണ്ടാവട്ടെ. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ ആധിപത്യം സ്ഥാപിക്കാൻ ഇടയാക്കിയ യുദ്ധങ്ങൾ ഏതൊക്കെ? കർണാടക യുദ്ധവും മറാത്ത യുദ്ധവും, മൈസൂർ യുദ്ധവും പ്ലാസി യുദ്ധവും, ബക്സാർ യുദ്ധവും കർണാടക യുദ്ധവും, പ്ലാസി യുദ്ധവും ബക്സാർ യുദ്ധവും. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഓപ്ഷൻ ഡി ആണ് പ്ലാസി യുദ്ധവും ബക്സാർ യുദ്ധവും. ആധിപത്യം സ്ഥാപിക്കാൻ കാരണമായതാണെന്ത്? പ്ലാസി യുദ്ധവും ബക്സാർ യുദ്ധവും. കർണാടക യുദ്ധമായിക്കോട്ടെ, മറാത്ത യുദ്ധമായിക്കോട്ടെ, മൈസൂർ യുദ്ധമായിക്കോട്ടെ, ഇവയൊക്കെ സാമ്രാജ്യ വിസ്തൃതി വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള യുദ്ധമായിരുന്നു. ഓക്കെ, ബ്രിട്ടീഷ് ഇന്ത്യയിൽ ആധിപത്യം സ്ഥാപിക്കാനുള്ള യുദ്ധം പ്ലാസി യുദ്ധവും ബക്സാർ യുദ്ധവുമാണ്. കർണാടക യുദ്ധവും മറാത്ത യുദ്ധവും മൈസൂർ യുദ്ധവും ഒക്കെ ബ്രിട്ടീഷ് സാമ്രാജ്യം വിസ്തൃതി വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള യുദ്ധമാണ് എന്ന കാര്യം പ്രത്യേകിച്ച് ഓർമ്മിക്കാം. ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന്റെ വിസ്തൃതി വർദ്ധിപ്പിക്കുന്നതിനുള്ള യുദ്ധമാണ്. ഓക്കെ ആണേ. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ഇന്ത്യയുമായി വാണിജ്യബന്ധം സ്ഥാപിച്ച ആദ്യ യൂറോപ്യൻ ശക്തി എന്നാണ് ചോദ്യമെങ്കിൽ ഉത്തരം എന്തായിട്ട് മാറും? പോർച്ചുഗീസുകാരായിട്ട് മാറും. നിങ്ങൾക്കറിയാം, സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഇന്ത്യയുമായി വാണിജ്യബന്ധം സ്ഥാപിച്ച ആദ്യ യൂറോപ്യൻ ശക്തി എന്ന് പറയുന്നത് പോർച്ചുഗീസുകാർ തന്നെയാണ്, സംശയം വേണ്ട. എന്നാൽ ഇന്ത്യയുമായി ബന്ധം സ്ഥാപിച്ച ആദ്യ യൂറോപ്യൻ രാജ്യം എന്നാണ് ചോദ്യമെങ്കിൽ അത് ഗ്രീക്കായിട്ട് മാറും. കാരണം ഗ്രീക്കുകാര് ഇന്ത്യയിൽ വന്നിട്ടുണ്ട്. BC 3-ാം നൂറ്റാണ്ട് മുതൽ ആര് വന്നിട്ടുണ്ട്? സ്വാഭാവികമായിട്ടും ആര് വന്നിട്ടുണ്ട്? ഗ്രീക്കുകാർ. അവര് വാണിജ്യ ബന്ധത്തിനല്ല വരിക, മറിച്ച് സഞ്ചാരികളായി വരുന്നു, ഇവിടെ വന്ന് സ്ഥലങ്ങളൊക്കെ കാണുന്നു, അത് ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തുന്നു, അത് ചരിത്ര രേഖകളായിട്ട് മാറുകയും ചെയ്തു. ഓക്കെ, അപ്പോൾ ഇന്ത്യയുമായി
വാണിജ്യബന്ധം സ്ഥാപിച്ച, കച്ചവട ബന്ധം സ്ഥാപിച്ച ആദ്യ യൂറോപ്യൻ ശക്തി എന്നാണ് ചോദ്യമെങ്കിൽ ആരാണ്? പോർച്ചുഗീസുകാരാണ്. പോർച്ചുഗീസുകാര് കച്ചവട ഉടമ്പടി ഒപ്പുവെക്കുന്ന കൊച്ചി രാജ്യവുമായിട്ടാണ് കേട്ടോ. കൊച്ചിയുമായിട്ടാണ് കച്ചവട ഉടമ്പടിയിൽ ഒപ്പുവെക്കുക. ഓക്കെ, അടുത്ത ചോദ്യം. 1888 പ്രസിദ്ധീകരിച്ച ഇന്ത്യ എന്ന കൃതി രചിച്ചത് ഇന്ത്യയിലെ താഴെ പറയുന്ന ഇംഗ്ലീഷ് സിവിൽ സർവീസുകാരനാണ്. ആരാണ് അദ്ദേഹം? ഓപ്ഷൻ എ സർ വില്യം ജോൺസ്, ഓപ്ഷൻ ബി ജോൺ സ്റ്റാക്കി, വാറൻ ഹേസ്റ്റിംഗ്സ്, ചാൾസ് വുഡ്. സ്ട്രാച്ചി എന്ന് നമ്മൾ മലയാളത്തിൽ പറയും, യഥാർത്ഥത്തിൽ ഇംഗ്ലീഷിൽ എഴുതുമ്പോൾ CHY സ്റ്റാർക്കി എന്നാണ് പറയുക കേട്ടോ. സ്റ്റാർക്കി. ഇദ്ദേഹമാണ് ഉത്തരമെന്ന് പറയുക, ജോൺ സ്റ്റാർക്കി. യഥാർത്ഥത്തിൽ എങ്ങനെയാണ് അദ്ദേഹത്തിന്റെ പേര് എഴുതുക? ജോൺ സ്റ്റാർക്കി. PSC ചോദിച്ച അവസാനം CHY ആയതുകൊണ്ട് ട്രാൻസ്ലേഷൻ അബദ്ധത്തിൽ സ്റ്റാച്ചി ആയിട്ട് മാറിയതാണ് കേട്ടോ. ജോൺ സ്റ്റാർക്കി. ഈ ജോൺ സ്റ്റാർക്കി എന്ന് പറയുന്നത് വടക്ക് പടിഞ്ഞാറൻ പ്രവിശ്യയിലെ ലഫ്റ്റനന്റ് ഗവർണർ ആയിരുന്നു. വടക്ക് പടിഞ്ഞാറൻ പ്രവിശ്യയിലെ ലഫ്റ്റനന്റ് ഗവർണറായി സേവനം ചെയ്ത ജോൺ സ്റ്റാർക്കി റിട്ടയർഡ് ആയതിനു ശേഷമാണ് ഇന്ത്യ എന്ന കൃതി രചിക്കുന്നത്. ഓക്കെ, മറക്കരുത്, ഇമ്പോർട്ടന്റ് ആണ്, വളരെ പ്രാധാന്യമുണ്ട്. നമ്മൾ ചിലപ്പോ ഇന്ത്യക്കാരെങ്കിലും ഒന്ന് വിചാരിച്ചല്ലേ, അതുകൊണ്ടാണ് കേട്ടോ. അപ്പൊ ഇന്ത്യ എന്ന കൃതി രചിച്ച ബ്രിട്ടീഷ് സിവിൽ സർവീസ് ഉദ്യോഗസ്ഥൻ ആരാണ്? ജോൺ സ്റ്റാർക്കിയാണ്. ഈ സ്റ്റാർക്കി എന്ന് കേട്ടപ്പോൾ നിങ്ങൾ ഇവ എന്തെങ്കിലും ഓർമ്മ വരുന്നുണ്ടോ? ഇദ്ദേഹത്തിന് ഒരു സഹോദരനുണ്ട്. ഇദ്ദേഹത്തിന്റെ സഹോദരനാണ് റിച്ചാർഡ് സ്റ്റാർക്കി. കേട്ടിട്ടുണ്ടോ? റിച്ചാർഡ് സ്റ്റാർക്കി. റിച്ചാർഡ് സ്റ്റാർക്കി നിങ്ങൾക്ക് പരിചിതമാണ്. ജോൺ സ്റ്റാർക്കിയുടെ സഹോദരനാണ് റിച്ചാർഡ് സ്റ്റാർക്കി എന്ന് പറയുന്നത്. റിച്ചാർഡ് സ്റ്റാർക്കിയുടെ അധ്യക്ഷതയിലാണ് 1879 ഒരു ക്ഷാമ കമ്മീഷനെ നിയമിക്കുക. ക്ഷാമ കമ്മീഷൻ നിയമിക്കപ്പെടുന്നത്, ഈ ക്ഷാമ കമ്മീഷനെ നിയമിച്ചത് ആരാന്ന് ചോദിച്ചാൽ ലിട്ടൺ പ്രഭുവാണ്. എവിടത്തെ ക്ഷാമത്തെ കുറിച്ച് പഠിക്കുവാൻ? ബംഗാൾ, ബീഹാർ, ഒഡീഷ. ബംഗാൾ, ബീഹാർ, ഒഡീഷ എന്നിവിടങ്ങളിൽ 1874 ആരംഭിച്ച് 1879 വരെ ഉണ്ടായിരുന്ന ക്ഷാമത്തെക്കുറിച്ച് പഠിച്ച് റിപ്പോർട്ട് സമർപ്പിക്കുവാൻ നിയമിക്കപ്പെട്ട വ്യക്തിയാണ് ആര്? റിച്ചാർഡ് സ്റ്റാർക്കി. എന്നാ നിയമിച്ചേ? 1879. ആരാ നിയമിച്ചേ? ലിട്ടൺ പ്രഭു കേട്ടോ. ബംഗാൾ, ബീഹാർ, ഒഡീഷ എന്നിവിടങ്ങളിൽ 1874 ആരംഭിച്ച ക്ഷാമം 1879 വരെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇക്കാലഘട്ടത്തെ ഗ്രാൻഡ് ദർബാർ നടത്തിയത് കൊണ്ടാണ് ലിട്ടൺ പ്രഭുവിനെ ഇന്ത്യൻ ഭാഷയിൽ പ്രസിദ്ധീകരിക്കുന്ന പത്രങ്ങൾ അതിശക്തമായി വിമർശിച്ചത്. അതുകൊണ്ടാണ് നമ്മുടെ ലിട്ടൺ പ്രഭു പ്രാദേശിക ഭാഷാ പത്രനിയമക പാസാക്കിയ. അങ്ങനെ പ്രതിഷേധം ശക്തമായപ്പോൾ ആ ക്ഷാമത്തെക്കുറിച്ച് പഠിച്ച് റിപ്പോർട്ട് സമർപ്പിക്കുവാനും ക്ഷാമത്തിന് ഇരയായ കർഷകർക്ക് അവർക്കുള്ള നഷ്ടപരിഹാരം നൽകുന്നതിന് വേണ്ടിയിട്ട് ഒരു കമ്മീഷനെ നിയമിച്ചു. ആ കമ്മീഷൻ അധ്യക്ഷനാണ് ആര്? റിച്ചാർഡ് സ്റ്റാർക്കി. റിച്ചാർഡ് സ്റ്റാർക്കിയുടെ സഹോദരനാണ് ആര്? ജോൺ സ്റ്റാർക്കി. ജോൺ സ്റ്റാർക്കിയാണ് എന്ത് എഴുതിയത്? ഇന്ത്യ എന്ന പുസ്തകം രചിക്കുന്നത്. ഓക്കെ, മറക്കില്ലല്ലോ. യെസ്. ഏത് ഉടമ്പടിയിലൂടെയാണ് മലബാറിന്റെ അധികാരം മൈസൂർ സുൽത്താനിൽ നിന്ന് ബ്രിട്ടീഷുകാർക്ക് കൈമാറപ്പെട്ടത്? നമ്മൾ ഇന്ന് തന്നെ തുടക്കത്തിൽ പറഞ്ഞിരുന്നു. മൂന്നാം ആംഗ്ലോ മൈസൂർ യുദ്ധം അവസാനിപ്പിച്ചുകൊണ്ട് മൂന്നാം ആംഗ്ലോ മൈസൂർ യുദ്ധം അവസാനിപ്പിച്ചുകൊണ്ട് ടിപ്പു സുൽത്താനും ബ്രിട്ടീഷുകാരും തമ്മിൽ ഒപ്പുവെച്ച ഉടമ്പടിയാണ് ശ്രീരംഗപട്ടണ ഉടമ്പടി 1792. ഈ 1792 ശ്രീരംഗപട്ടണ ഉടമ്പടി പ്രകാരം വയനാട് ഒഴികെയുള്ള മലബാർ ഭൂപ്രദേശം ആർക്ക് ലഭിച്ചു? ബ്രിട്ടീഷുകാർക്ക് ലഭിച്ചു. ഈ പ്രദേശത്ത് നികുതി പിരിക്കുവാൻ ബ്രിട്ടീഷ് ആരെ നിയമിച്ചേ? കുറുമ്പനാട്ട് രാജാവിനെ. ആർക്കാ നികുതി പിരിക്കാനുള്ള അധികാരം കൊടുക്കാമെന്ന് പറഞ്ഞിരുന്നേ? പഴശ്ശിരാജയ്ക്ക്. പക്ഷെ കൊടുത്തത് ആർക്കാ? കുറുമ്പനാട്ട് രാജാവിന്. അതാണ് ഒന്നാം പഴശ്ശികലാപത്തിന് കാരണം നമ്മൾ പറഞ്ഞു അല്ലെ. ഇവിടെ എന്തുകൊണ്ട് വയനാട് ഒഴികെ എന്ന കാര്യം എടുത്തു പറയുന്നു? വയനാട് എന്ന് പറയുന്നത് ടിപ്പുവിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട തന്ത്രപ്രധാനമായ ആയുധപുര സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണ്. ആയുധപുര വയനാട്ടിൽ എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗണപതി വട്ടത്തായിരുന്നു. ഗണപതി വട്ടം എന്ന സ്ഥലത്ത്. ഈ ഗണപതി വട്ടം എന്ന സ്ഥലത്താണ് ടിപ്പുവിന്റെ ആയുധപുര. ഇന്നത്തെ വയനാട് ജില്ലയിലെ ഗണപതി വട്ടം എന്ന സ്ഥലത്താണ് ടിപ്പുവിന്റെ ആയുധപുര. ടിപ്പുവിന്റെ ആയുധപുര അഥവാ എനർജി സോഴ്സ്, ബാറ്ററി എന്ന അർത്ഥത്തില് ഈ ഗണപതി വട്ടത്തെ ബ്രിട്ടീഷുകാർ എന്തെന്ന് വിളിച്ചു? ടിപ്പൂസ് ബാറ്ററി. അത് പറഞ്ഞ്
ടിപ്പൂസ് ബാറ്ററി പറഞ്ഞ് സുൽത്താൻ ബത്തേരിയായിട്ട് മാറി. നമ്മൾ അതുകൊണ്ട് പറയും ടിപ്പുവിന്റെ കേരളത്തിലെ വടക്കൻ കേരളത്തിലെ മലബാറിലെ ആയുധപുര ഗണപതി വട്ടം അതായത് സുൽത്താൻ ബത്തേരി ആയിരുന്നു. അതുകൊണ്ടാണ് വയനാട് ഒഴികെയുള്ള ഭൂപ്രദേശം ആർക്ക് വിട്ടുകൊടുത്തത്? മലബാറിന്. ഇനി രണ്ടാമതൊരു കാര്യം കൂടെ ഉണ്ട്. വയനാട് ബ്രിട്ടന് കൊടുത്തു കഴിഞ്ഞാൽ എളുപ്പത്തിൽ എന്ത് ചെയ്യാം? മൈസൂർ സാമ്രാജ്യത്തിലേക്ക് മൈസൂരിൽ ആർക്കെത്തിച്ചേരാം? ബ്രിട്ടീഷുകാർക്ക് എത്തിച്ചേരാം. മൈസൂർ സാമ്രാജ്യം പൂർണ്ണമായിട്ടും ആര് കീഴടക്കിയേക്കാം? ബ്രിട്ടീഷുകാർ. അതുകൊണ്ട് ഒരു സേഫ്റ്റി പ്രിക്വേഷൻ എന്ന രീതിയിലാണ് വയനാടിനെ കണക്കാക്കുക. കാരണം വയനാട്ടിലെ ചുരം കടന്ന് മുകളിലെത്തിയാൽ പിന്നെ മൈസൂർ ആക്രമിക്കാൻ വലിയ താമസമൊന്നുമില്ല. കാരണം ടിപ്പു ഈ മൂന്നാം ആംഗ്ലോ മൈസൂർ യുദ്ധത്തിൽ ടിപ്പു പരാജയപ്പെട്ട ആളാണ്. അപ്പോ വയനാടോട് കൊടുത്തു കഴിഞ്ഞാൽ വെറുതെ തോറ്റു കൊടുക്കുന്നതിന് സമമാണ്. പക്ഷേ ടിപ്പു പരാജയപ്പെട്ടു നാലാം ആംഗ്ലോ മൈസൂർ യുദ്ധത്തിൽ. അതൊക്കെ ശരിയാണ്. നാലാം ആംഗ്ലോ മൈസൂർ യുദ്ധത്തിൽ ടിപ്പുവിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് വയനാടൻ ഭൂപ്രദേശവും ആരേറ്റെടുത്തു? ഈ വയനാടൻ ഭൂപ്രദേശം നാലാം ആംഗ്ലോ മൈസൂർ യുദ്ധത്തിൽ 1799 ടിപ്പുവിനെ വധിച്ചുകൊണ്ട് ആരേറ്റെടുത്തു? ബ്രിട്ടീഷുകാർ. അങ്ങനെ ബ്രിട്ടീഷുകാർ ഏറ്റെടുത്തപ്പോൾ വയനാടൻ മലനിരകളിൽ ബ്രിട്ടീഷുകാർ ആധിപത്യം സ്ഥാപിച്ചത് ആർക്ക് ഇഷ്ടപ്പെട്ടില്ല? പഴശ്ശിക്ക് ഇഷ്ടപ്പെട്ടില്ല. അതാണ് പഴശ്ശി കലാപത്തിന് കാരണമായി തീർന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ പഠിച്ച കാര്യങ്ങളാണ്. നമ്മൾ നേരത്തെ എക്സ്ട്രാ പോയിന്റ് പറഞ്ഞ കാര്യം തന്നെയാണ് ഇവിടെ പറയുക, അല്ലെ? മറക്കില്ലെന്ന് കരുതിക്കോട്ടെ. അപ്പൊ ശ്രീരംഗപട്ടണം നമ്മൾ കുറേയധികം കാര്യങ്ങൾ ഇന്ന് പഠിച്ചു. അതൊക്കെ നിങ്ങളുടെ മനസ്സിലുണ്ടെന്ന് ഞാൻ കരുതുന്നു. കൃത്യമായി റിവിഷൻ ചെയ്ത് മുന്നോട്ട് പോകാം. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിച്ചുറപ്പിക്കാം. ഇത്രയും കൃത്യമായി പഠിച്ചു വരാനായിട്ട് ശ്രമിക്കാം. ഓക്കെ അല്ലേ? അപ്പൊ അടുത്ത ക്ലാസ്സിൽ കാണാം. ഇനിയും കുറേയധികം ചോദ്യങ്ങൾ, മുൻവർഷ ചോദ്യങ്ങളായിട്ട് ഞാൻ നിങ്ങളുടെ അടുത്ത് വരെ കൃത്യമായി പഠിച്ചു മുന്നോട്ട് പോകാം. ബൈ ബൈ.